welcome to Veranda YouTube channel. എൻ്റെ പേര് ജീനു. ഞാനിപ്പോൾ എടുക്കുന്നത് ബാങ്കിങ് അവയർനെസ് പാർട്ട് 12 ആണ്. ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 4 ആണ് നോക്കുന്നത്. സെഷനിലോട്ട് പോകുന്നതിന് മുൻപ് ഇതാണ് നമ്മുടെ വെരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. ബേസിക് ക്ലാസ് ഒരുവിധം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ബേസിക് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ബേസിക് സർക്കിളിൽ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് സർക്കിൾ കഴിയുമ്പോൾ ബേസിക് സർക്കിളും ബേസിക് ക്ലാസ്സും കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് എക്സ്ട്രീം സർക്കിളിൽ നമ്മൾ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അത് കഴിയുമ്പോൾ മെയിൻസും നമുക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞുള്ളത് സൂപ്പർ ബാച്ചാണ്. സൂപ്പർ ബാച്ചിൽ പ്രിലിംസും മെയിൻസും കൂടെ ഫോക്കസ് ചെയ്ത് നമ്മൾ ടൈം വെച്ചായിരിക്കും മെറ്റീരിയൽ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ റിപ്പ് പ്രോഗ്രാമാണ്. റിപ്പ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ലാബ് ഫെസിലിറ്റി ഉപയോഗിച്ച് മോക്ക് ടെസ്റ്റ് എഴുതുന്നതാണ്. പിന്നെ ഉള്ളത് മോക്ക് ഇൻ്റർവ്യൂ. PO എക്സാംസിന് ഇൻ്റർവ്യൂ ആവശ്യമുണ്ട്. അതുകൊണ്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാങ്ക് റേറ്റ് ഈസ് പീരിയോഡിക്കലി അനൗൺസ്ഡ് ബൈ ദ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ആണോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ബോർഡ് ഓഫ് ദ റെസ്പെക്റ്റീവ് ബാങ്ക്സ്? എന്തായിരുന്നു ആൻസർ എന്ന് നോക്കാം. ആൻസർ സി ആണ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് റേറ്റ് പീരിയോഡിക്കലായിട്ട് അനൗൺസ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ നോക്കിയത് വെച്ച് അറിയാം, ബേസ് റേറ്റ് ബാങ്ക് റേറ്റ് എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ RBI തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഡിസൈഡ് ദ റേറ്റ് ഓഫ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. അല്ല, റിസർവ് ബാങ്ക് തന്നെയാണ് റിപ്പോയും റിവേഴ്സ് റിപ്പോയും തീരുമാനിക്കുന്നത്. അതുപോലെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ബാങ്ക് റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേറ്റ്, ഇതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ റേറ്റ് ഓഫ് ഡിയർനെസ് അലവൻസ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് അത് തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് അല്ല. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഡിസൈഡ് ദ റേറ്റ് ഓഫ് ഡിയർനെസ് അലവൻസ് ടു ഗവൺമെൻറ് എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഡിയർനെസ് അലവൻസ് തീരുമാനിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. പക്ഷേ റിപ്പോ, റിവേഴ്സ് റിപ്പോ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ബാങ്ക് റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇതെല്ലാം തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, റേറ്റ് ഓഫ് ഡിയർനെസ് അലവൻസ് ടു ഗവൺമെൻറ് എംപ്ലോയീസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോൾ അണ്ടർ ദ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ അഡോപ്റ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, അതുപോലെ തന്നെ അതായത് റിപ്പോ, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ് എല്ലാം. എന്നാൽ നമ്മുടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം, മോറൽ സുവേഷൻ, ഇതെല്ലാം എന്താണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. ഓക്കെ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം, മോറൽ സുവേഷൻ, ഇത്രയും നമ്മുടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത 4th ക്വസ്റ്റ്യൻ, ദ ടേം മോറൽ സുവേഷൻ റെഫേഴ്സ് ടു? മോറൽ സുവേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. The moral duty of a borrower to deal with only one bank, the banker's duty of secrecy as regard the affairs and accounts of his customers, the advice given by Reserve Bank to banks or financial institutions in the matter of their lending and other operations with the objective that they might implement it or ഫോളോ ഇറ്റ്. അത് തന്നെയാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഡ്വൈസ് ഗിവൺ ബൈ റിസർവ് ബാങ്ക് ടു ബാങ്ക്സ്. റിസർവ് ബാങ്ക് ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുക്കുന്ന അഡ്വൈസ് ആണ് ഇൻ ദ മാറ്റർ ഓഫ് ലെൻഡിങ് ആൻഡ് അതർ ഓപ്പറേഷൻസ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ദാറ്റ് ദേ മൈറ്റ് ഇംപ്ലിമെൻറ്റ് ഓർ ഫോളോ ഇറ്റ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക്സിനും അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുക്കുന്ന ഒരു അഡ്വൈസാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, അടുത്ത 5th ക്വസ്റ്റ്യൻ,
For the first time, in which year Basel Committee came up with capital accords for banks? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേസൽ കമ്മിറ്റി പഠിച്ച സമയത്ത് ഇയേഴ്സ് ഒക്കെ നോക്കി. അപ്പോൾ ഓപ്ഷൻ ബി 1988 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി 1988. അപ്പോൾ for the first time, in which year Basel Committee came up with capital accords for banks? അപ്പോൾ ക്യാപിറ്റൽ അക്കോർഡ്സ് ഫോർ ബാങ്ക്സ് ബേസൽ കമ്മിറ്റി കൊണ്ടുവന്നത് 1988 ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് 6th ക്വസ്റ്റ്യൻ. അണ്ടർ ബേസൽ 3 അക്കോർഡ് ഇന്ത്യൻ ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ ടയർ 1 ക്യാപിറ്റൽ അറ്റ് ഹൗ മച്ച് % ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്? അപ്പോൾ ആദ്യം ബേസൽ 3 അക്കോർഡ് വെച്ചിട്ട് ഇന്ത്യൻ ബാങ്ക്സിന് എത്ര % ആണെന്നാണ്. ഓപ്ഷൻ ബി 7% ആണ്. ഓക്കെ, 7% ആണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. ഓക്കെ, അടുത്തത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ബേസൽ 3യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്നുള്ളതാണ്. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ? നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, സ്വിറ്റ്സർലാൻഡ് ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ആ സിറ്റിയുടെ പേരാണ് ബേസൽ എന്ന്. ഓക്കെ, അടുത്തത് പർപ്പസ് ഓഫ് ദിസ് ആക്ട് ഈസ് ടു പ്രൊവൈഡ് സേഫ്റ്റി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ്. ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ്, അതായത് ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആക്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഈ പേര് മാത്രമല്ല, വർഷവും കൂടി നോക്കി വയ്ക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്, 8 അല്ല. ഓക്കെ, അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്, ടു പ്രൊവൈഡ് സേഫ്റ്റി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത നോക്കാം. ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രൊവൈഡ്സ്, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എ ഫ്രെയിംവർക്ക് ഓഫ് റെഗുലേഷൻ, സൂപ്പർവിഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആക്ടിവിറ്റീസ്, സൂപ്പർവിഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ബോണ്ട്. ഇതിലേതാണ് ആൻസർ എന്ന് നോക്കാം. ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രെയിംവർക്ക് ഓഫ് റെഗുലേഷനും സൂപ്പർവിഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആക്ടിവിറ്റീസും ആണ്. ഓക്കെ, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. 1949 അത് എന്താ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് സേഫ്റ്റി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സും, പിന്നെ ഫ്രെയിംവർക്ക് ഓഫ് റെഗുലേഷൻ, സൂപ്പർവിഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആക്ടിവിറ്റീസ്. ഇത്രയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 10th ക്വസ്റ്റ്യൻ നോക്കാൻ. ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ റെഗുലേറ്റഡ് അണ്ടർ ഏത് ആക്ട് പ്രകാരമാണ് ബാങ്ക്സ് ഇൻ ഇന്ത്യ റെഗുലേറ്റ് ആവുന്നത് നോക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? സേഫ്റ്റി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ എ ഫ്രെയിംവർക്ക് ഓഫ് റെഗുലേഷൻ, സൂപ്പർവിഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ബാങ്ക്സ് ഇൻ ഇന്ത്യയിലെ ബാങ്ക്സ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ആക്ട് വെച്ചാണ്, 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്തത് 11th ക്വസ്റ്റ്യൻ. ഇൻ ടേംസ് ഓഫ് സെഷൻ 5(1)(e) of the Banking Regulation Act 1949, a banking company means any company which transact the business of banking in India, undertakes lending of money, accept deposit from public and invest the same as trade and industry. Okay, invest ചെയ്യും, trade and industry, അതായത് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും ചെയ്യുന്ന പബ്ലിക് ഓർഗനൈസേഷൻ ആണോ, അതുപോലെ തന്നെ അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം പബ്ലിക്, ഇതെല്ലാം വരുന്നതാണ് നമ്മുടെ ബാങ്ക്സിൻ്റെ, അതായത് ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് ഇതെല്ലാം ചേരുന്നതാണ്. അതുകൊണ്ട് ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, undertakes lending of money, accepts deposit from public and invests the same as trade and industry, accept deposit from public. Okay, അപ്പോൾ നമ്മുടെ ആൻസർ ഇ ആണ്. ഓക്കെ, അടുത്ത 12th ക്വസ്റ്റ്യൻ നോക്കാം.
വെൻ വാസ് ഇംപീരിയൽ ബാങ്ക് ചേഞ്ച്ഡ് ആസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ? നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ SBI കുറിച്ച് പഠിച്ച സമയത്ത് ഇംപീരിയൽ ബാങ്ക് എങ്ങനെ SBI ആയി എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ വർഷം പറഞ്ഞിട്ടുണ്ട്. 1st July 1955 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഇംപീരിയൽ ബാങ്ക് പേര് മാറി ചേഞ്ച് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് 1st July 1955 ആണ്. ഓക്കെ, ആ ഇയറും ഡേറ്റും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, 13th ക്വസ്റ്റ്യൻ നോക്കാം. ഇഷ്യൂ റിലേറ്റഡ് ടു വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ദ ഗവർണൻസ് ഓഫ് ബാങ്ക്സ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഏത് ആക്ടിലാണ് വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ഗവർണൻസ് ഓഫ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്തതെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ്, ബാങ്കിങ് കമ്പനീസ് ആക്ട് 1970. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റും അല്ല, RBI ആക്റ്റും അല്ല. ദ ബാങ്കിങ് കമ്പനീസ് ആക്ടിലാണ് ഇഷ്യൂ റിലേറ്റഡ് ടു വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ഗവർണൻസ് ഓഫ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നോക്കി വെക്കുക. അടുത്ത പാർട്ടിൽ നമുക്ക് ബാങ്കിങ് കമ്പനീസ് ആക്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത 14th റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് വാസ് ലെജിസ്ലേറ്റഡ് ഇൻ. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് ലെജിസ്ലേറ്റ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1970, 1955, 1976, 2000, 2002. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ, 1976. ഓക്കെ, അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 ലെജിസ്ലേറ്റ് ആയത്. അതുപോലെ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ റിലേറ്റഡ് ടു വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ഗവർണൻസ് ഓഫ് ബാങ്ക്സിൻ്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട്. എന്നാൽ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്തിനുള്ളതാണെന്ന് നമ്മൾ നോക്കി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ് കമ്പനീസ് എന്തൊക്കെയാണ്, എന്താണ് ബാങ്കിങ് കമ്പനീസ് എന്നുള്ളത് നോക്കി. ഓക്കെ, അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് ലെജിസ്ലേറ്റഡ് ഇൻ 1976. ഓക്കെ, ദിസ് ആക്ട് ആസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ ബാഡ് ലോൺസ് റിക്കവറി. ബാഡ് ലോണിൻ്റെ റിക്കവറി വരുന്നത് നമ്മൾ ഏതാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, സർഫേസി ആക്ട് 2002. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ സർഫേസി ആക്ട് 2002 എഫക്റ്റീവ് ടൂൾ ഫോർ ബാഡ് ലോൺസ് റിക്കവറി ആണ്. ബാഡ് ലോൺസിൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സർഫേസി ആക്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സർഫേസി ആക്ട് ഓർത്ത് വയ്ക്കുക. ബാഡ് ലോൺസിൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു ലോൺ ചുമ്മാ എടുക്കാതെ എന്തെങ്കിലും ഒരു ഈട് വെച്ചിട്ട് എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഈ ബാഡ് ലോൺസ് റിക്കവറി ചെയ്യാൻ വേണ്ടി. അതായത് എന്തെങ്കിലും ഒരു ഈട് വെക്കുകയാണെങ്കിൽ ആ ഈട് ഉപയോഗിച്ച് ബാഡ് ലോൺസ് റിക്കവർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആക്റ്റാണ് സർഫേസി ആക്ട് 2002. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, which of the following acts is especially launched to facilitate banks in recovery of bad loans? അതും സർഫേസി ആക്ട് തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ. which of the following acts is especially launched to facilitate banks in recovery of bad loans? അപ്പോൾ റിക്കവറി ഓഫ് ബാഡ് ലോൺസ് എന്നുള്ള വേർഡ് വരുമ്പോൾ തന്നെ സർഫേസി ആക്ട് ഓർത്ത് വയ്ക്കുക. ഇയറും ഓർത്ത് വയ്ക്കുക, 2002 ആണ്. അതും ചോദിച്ചിട്ടുണ്ട്. Okay, 17th question. According to Surface Act 2002, the registration and regulation of securitization companies or reconstruction companies is done by RBI ആണ്. Okay, Surface Act അനുസരിച്ച് the registration and regulation of securitization companies and reconstruction companiesൻ്റെ രജിസ്ട്രേഷനും റെഗുലേഷനും ചെയ്യുന്നത് RBI തന്നെയാണ്. അപ്പോൾ സർഫേസി ആക്ട് അനുസരിച്ച് എന്നുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ RBI ആണ് ആൻസർ. ഓക്കെ, വീണ്ടും സർഫേസി ആക്ടിൻ്റെ ആണ്. സർഫേസി Amendment Act 2016 provides the facilities that the district magistrate has to assist in the recovery process of secured creditors and കംപ്ലീറ്റ് പ്രോസസ് വിത്തിൻ. അതായത് ആ ബാഡ് ലോൺസ് റിക്കവറിയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം എന്ന് പറയുന്നത് എത്ര ഡേയ്സിനുള്ളിലാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പോൾ ഓപ്ഷൻ ബി ആണ്, 30 days ആണ് അതിൻ്റെ എന്താ അമെൻമെൻറ്റ് ആക്റ്റിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. സർഫേസി ആക്ട് 2002 ആണെങ്കിൽ അമെൻമെൻറ്റ് വന്നത് 2016 അതിൽ പറഞ്ഞിരിക്കുന്നത് ഫെസിലിറ്റീസ് ദാറ്റ് ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഹാസ് ടു അസിസ്റ്റ് ഇൻ ദ റിക്കവറി പ്രോസസ്സ് കംപ്ലീറ്റ് ആവേണ്ടത് എത്ര ഡേയ്സിലെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 30 days ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ 19th question. Surface Act provides which alternative method for recovery of non-performing assets? Securitization ആണോ, asset reconstruction ആണോ, enforcement of security without the intervention of court ആണോ എന്ന് നോക്കാം. ഓപ്ഷൻ ഇ ആണ് ആൻസർ, all of the above. Securitization, asset reconstruction, അതുപോലെ തന്നെ കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ സെക്യൂരിറ്റി, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റിയും കൂടെ ചേർത്ത് ആണ് സർഫേസി ആക്റ്റിൽ ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫേസി ആക്ട് പ്രൊവൈഡ്സ് വിച്ച് ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് ഫോർ റിക്കവറി ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ റിക്കവറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് ദ കോർട്ട്. കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ബാഡ് ലോൺ റിക്കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് സർഫേസി ആക്ട് 2002 ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ ബാങ്കിങ് ഇൻഡസ്ട്രി. എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ നോക്കി. റെഗുലേറ്റിംഗ് ദ സർവീസ് കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയി, അപ്പോയിൻമെൻറ്റ് ഓഫ് നോമിനി ഡയറക്ടേഴ്സ് ഓൺ ദ ബാങ്ക് ബോർഡ്സ് other than those given as options, streamlining documentation, facilitating enforcement of security for recovery of bad loans. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇ ആണ്, റിക്കവറി ഓഫ് ബാഡ് ലോൺസ് ആണ് സർഫേസി ആക്ട് 2002 ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഫെസിലിറ്റേറ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഫോർ റിക്കവറി ഓഫ് ബാഡ് ലോൺസ്. ബാഡ് ലോൺസ് റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് സർഫേസി ആക്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ നോക്കിയത്. ജസ്റ്റ് സർഫേസി ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഒക്കെയാണ്. എന്താണ് സർഫേസി ആക്ട് എന്നുള്ള ജസ്റ്റ് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടിൽ ഇനി അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ആയിട്ട് വരാം. താങ്ക് യു.